ഒന്നുകൂടി ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ 2002 പട്ടികയിൽ ഉള്ള ആൾക്കാരാണ് എന്ത്, പിന്നെ നമ്മൾ ഈ 2002-ലും 2025-ലുള്ള ആളുകൾക്കാണ് ഒരു പ്രശ്നമില്ലാത്ത സംഗതി മൂവ് ചെയ്യാൻ പറ്റുക. 2002 അടിസ്ഥാനമാക്കണത്. ഇപ്പോൾ എത്ര വർഷമായി? 2002 2025 എന്ന് പറയുമ്പോൾ ഏകദേശം 23 വർഷമായി അല്ലേ? 2002 പട്ടികയാണ് അടിസ്ഥാനമാക്കുന്നത്. ആ 2002 പട്ടിക പിന്നെ ക്രമീകരിക്കുന്ന അന്ന് നിസ്സാരമായി കണ്ട ആൾക്കാരുണ്ടാവും. ആ സമയത്ത് ഇതൊരു ഗൗരവത്തിൽ ആ പ്രശ്നം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഈ 24 വർഷം കഴിഞ്ഞിട്ട് 23 വർഷം കഴിയുമ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏത് ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ബഷീർ ഒരു സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ആ സ്ഥലം പിന്നെ നിങ്ങൾ വാങ്ങിയതൊരു പിന്നെ സെൻറ്റിന് 10 ലക്ഷം രൂപ വെച്ചിട്ടാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ രേഖയൊക്കെ ഇതാക്കി ആധാരമായിട്ട് ചെന്നപ്പോൾ ഇവർ പറയണത് ഇതിൽ കുറച്ച് സംശയങ്ങളുണ്ട്, ഇതിൻ്റെ അടിയാധാരം വേണം. അപ്പോൾ ഇതിൻ്റെ അടിയാധാരം അന്വേഷിച്ചുകൊണ്ട് ചെന്ന് നോക്കുമ്പോൾ പിന്നെ അത് 4000 രൂപക്ക്, സെൻറ്റിന് 4000 രൂപ വെച്ചുകൊണ്ട് പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ച സാധനമാണ്. അതാണ് ഇപ്പം എന്ത് ചെയ്യണത്, ഒരു സെൻറ്റ് 10 ലക്ഷത്തിന് എന്ത് ചെയ്യണത് നിങ്ങൾ വാങ്ങും. പക്ഷെ നിങ്ങൾക്ക് ആ ക്രയവിക്രയം നടക്കണമെങ്കിൽ അന്നത്തെ അടിയാധാരം ക്ലിയർ ആകണം. വിഷയം മനസ്സിലായോ? ഈ അടിയാധാരം ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഈ 10 ലക്ഷം കൊണ്ടൊന്നുമില്ല ഈ സംഗതി എന്ത് ചെയ്യുക നടക്കൂല അവിടെ. അപ്പോൾ ആ അടിയാധാരത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകുക. അതേപോലെ ഇപ്പം നമ്മളെ ബന്ധുക്കൾക്കും ആളുകൾക്കും ഒക്കെ പൗരത്വ ഈ പിന്നെ വോട്ടവകാശവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ ബേസാക്കി എടുക്കുന്നത് ഏതാ? 2002 അപ്പോൾ ഇനി ഇപ്പം നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ആലസ്യം കാണിച്ചാൽ ഇനി അടുത്തൊരു തലമുറ എന്ത് ചെയ്യും? അവർക്ക് രേഖയിൽ അടിയാധാരം ഇല്ലാതെ പോകും. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ SIRനെ നമ്മൾ ഒരു ചലഞ്ചായിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഞങ്ങളെല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കും എന്ന ഒരു ചലഞ്ചായിട്ട് പൗരന്മാർ ഈ വിഷയത്തെ എന്ത് ചെയ്യണം, എടുക്കേണ്ടതുണ്ട്. ഒന്നത്.